അങ്ങനെ രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, പുള്ളിക്കാരത്തിക്ക് അത്യാവശ്യം വോട്ടൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല, അല്ലാതെ തന്നെയുള്ള പുറത്താകാനാണ് സ്വയമേ തീരുമാനിച്ചുകൊണ്ട് പുറത്തായി. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ കൂടെ തിരിച്ചിറങ്ങി വരാൻ സാധിച്ചു. ലാലേട്ടൻ വീടിനുള്ളിൽ കയറി എല്ലാവർക്കും ഓണാശംസകളൊക്കെ പറഞ്ഞു, പായസമൊക്കെ കൊടുത്തു. അവസാനം ലാലേട്ടൻ തന്നെ രേണു സുധിയെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് അവിടെ എടുത്തു പറയേണ്ടത്. ആ ഒരു ഭാഗ്യം എന്തായാലും രേണു സുധിക്ക് ലഭിച്ചു. അതുമാത്രമല്ല, രേണു സുധി പറയുന്ന കാര്യമുണ്ട്, കാരണം എനിക്ക് അതിനുള്ളിൽ നിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ കുട്ടികളുടെ കാര്യം അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു. നേരെ ചൊവ്വ അതിൻ്റെ അത് നിന്നിരുന്നെങ്കിൽ, ഗെയിമൊക്കെ കളിച്ച് ആക്റ്റീവായിട്ട് നിന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഏകദേശം അവസാന ഘട്ടം വരെ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ട് അതിനുള്ളിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല. പ്രേക്ഷകർ തന്നെ പറയുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ പറയുന്നു പുറത്തു വരാനായിട്ട്. എന്തായാലും ലാലേട്ടൻ തന്നെ കൊണ്ടുവരികയും അവസാനം ലാലേട്ടൻ തന്നെ പറഞ്ഞു വിടുകയും ചെയ്ത ഒരു അവസ്ഥയാണ് രേണു സുധിക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തീരുമാനം മണ്ടത്തരം തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോരുത്തരുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവർക്ക് അതിനുള്ളിൽ നിൽക്കാനായിട്ട് ഒട്ടും പറ്റത്തില്ല എന്നുള്ള ഘട്ടമെത്തിയപ്പോഴത്തേക്കും അവർ ക്വിറ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എന്തായാലും രേണു സുധി വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അതിൽ നിന്നും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തായിരിക്കുകയാണ്.